എന്താ ഇത്? എനിക്ക് മടുത്തു. ആ ഇന്ന് ഇവിടെ ഒരു പാല സെറ്റാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഇൻട്രോ കേട്ടോ. നമുക്കിവിടെ പാല സെറ്റ് ചെയ്യണം. ഒന്നല്ല 3 പാലാണ് നമ്മുടെ പ്ലാന്. എത്ര സെറ്റാക്കാൻ കഴിയുമോ നമുക്കറിയില്ല. ഇവിടുത്തെ പാല സെറ്റാക്കണം, അവിടുത്തെ സെറ്റാക്കണം. കത്തി കൊണ്ടാണ് ഇതൊക്കെ മുറിക്കണേ. ഡെട്ട് ശബരൊന്നുമില്ല. ഇവിടെ ഞാൻ എന്തൊക്കെ കാട്ടിട്ടൊന്ന് ബിൽഡ് ചെയ്യട്ടെ. ഇവിടെ 1 2 3. ഓക്കെ, ഒരു ആക്സ് ഉണ്ടാക്കട്ടെ. ഇങ്ങനെ ആകുമ്പോ റെക്കോർഡുകൾ മൂടോടെ പോകൂടാ. കഷ്ടം. എടാ നിങ്ങൾ സംസാരിക്കണൊക്കെ കേക്കില്ലടാ. ഞാൻ അതിലിങ്ങനെ റൗണ്ട് വന്നപ്പോ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പാടെ എന്റെ ബേസിലോട്ടൊന്ന് വാ. ഈ സ്ലാബ് വരെ ഞാൻ പറഞ്ഞത് കേക്കില്ല. ഇവിടെ ആ ഓക്കെ. എടാ എനിക്ക് ചിൽ ടച്ച് പിക്കാക്സ് സെറ്റാക്കാൻ കഴിയുമെങ്കിൽ ഞാന് ഡയമണ്ട് തരാം. ഈ പിക്കാക്സ് സിൽ ടച്ച് എന്തൊക്കെ വേണ്ടാരോ. സിൽ ടച്ചില് എനിക്ക് എന്റെ 4 ഡയമണ്ട് ഉള്ള ആകെ ഇല്ല. മറ്റേ ഫോർച്യൂൺ 3 അല്ല, സിൽ ടച്ച്, പിന്നെ അൺബ്രേക്കിംഗ് 3. ഇത് 3 മതി. ഞാന് ഷോപ്പിൽ വരാം. ആയില്ല. ഇപ്പൊ ആവശ്യമുണ്ട്. ഈ ഷോപ്പിൽ വാ. എന്റെ കയ്യിലിപ്പം ഞാൻ അങ്ങോട്ട് വരാം. എന്ത്
വേണ്ട, നടക്കട്ടെ, ആൾക്കാർ നടക്കട്ടെ. എന്താണ് 3 മിനിറ്റ്? ഓ ഈ ഇതാർത്താ ഷോപ്പ് അതിന്റെ അപ്പുറത്തുള്ള? ഇതാർത്താ ഇവിടെ? അപ്പൊ ഇതാണ് മല്ലു ബ്ലേഡിന്റെ ഷോപ്പ്. എന്താ ഡയമണ്ട് എന്നാ എനിക്കിപ്പ വേണം സാധനം സെറ്റാക്കണ്ട. അത് മതിയോ? ഇഞ്ഞു വേണോ? അൺബ്രേക്കിംഗ് 3 മെൻഡിങ് പിന്നിട്ടുണ്ട്. സിൽ ടച്ചോ ഈ കട കണ്ടാൽ മനസ്സിലാവും മല്ലു ബ്ലേഡ് റിച്ച് ആണ്. കാരണം താഴത്തെ ക്യാമറയുടെ ബ്ലോക്കല്ല വെച്ച് ശരിയായ റിച്ച്. സ്റ്റോൺ ഷോപ്പ് പെട്ടെന്ന് വെക്കിട്ടോ. ന്യൂ വൈറ്റ് ലിസ്റ്റ് വരുമ്പോ ഒരു സ്റ്റോൺ എല്ലാം പോകും. എഫിഷ്യൻസി 5 സിൽ ടച്ച് ഇതെന്താ നത്താറിന്റെ സ്കിൻ? നത്താറിന്റെ സ്കിന്ന് മാറ്റിയില്ലേ? നീ എന്താ ഫുഡ് കഴിക്കാത്തതാണോ? നീ എന്താ ഫുഡ് കഴിക്കാറ്? എന്ത് ഫുഡാണ് കഴിക്കുന്നത്? ഞാന് സ്റ്റീക്ക് ഇന്ത്യന്ന് കിലോ കണക്കിന് എടുത്തുണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? മൈ കോണ്ടന്റോ? എന്താണോ മൈ കോണ്ടന്റ്? സ്പോയിലർ. ഇല്ല സ്പോയിലാക്കൂല ഞാൻ വിളറാക്കുണ്ട്. കാണരുതേ. വിളറാക്ക ഈ പറയണ്ട്. മിക്കവാറും ചിലപ്പോ ഞാനേ ഇപ്പൊ മൈ കോണ്ടന്റ് കൊമ്പിട്ടൊക്കെ പോവുണ്ട്. XP 3. ഞാനൊക്കെ പാപ്പരാടാ. അപ്പൊ എക്സ് ഉണ്ടാക്കി തരാവേ. നിന്റെ ഷോപ്പോടെ വെച്ചിട്ട് നിന്റെ ഡയമണ്ട് ബ്ലോക്ക് കൂടെ കൊണ്ടുവന്ന് വെച്ചോ ആരെയും? എനിക്ക് ഈ പിസ്റ്റണ് നല്ല പറ്റിട്ടത് വീട്ടിലെ സാധനം. ഓന് ട്യൂട്ടോറിയലൊക്കെ ചെയ്തല്ല, പിക്സലൊക്കെ ചെയ്ത ഓന്റെ ആ ഒരു ഐഡിയ കണ്ടുകാണ് ഞാൻ എന്റെ എടാ ഇവിടെ വേറെ പിക്കാക്സിന്റെ ഷോപ്പ് ഏതാ? അത് മറ്റേ ടൂൾ ഷോപ്പ് വന്നിട്ട് ടൂളിന്റെ ഷോപ്പ്. ഓ ഞാൻ ഏത് സ്റ്റോൺ ആണ്? തങ്കു ഞാൻ പോട്ടെ. എന്തിനാ അതൊന്നും വേണ്ട. 23 ഉള്ളു. മതി. ഞാൻ പോണേ. ഓക്കെ, നമ്മളെ ഫ്രിഡ്ജിന്റെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അവിടുത്തെ ഫ്രിഡ്ജാണ്. അതിന്റെ ടൈം ലാപ്സ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം.
ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. പിന്നെ നമ്മളിവിടെ 2-3 മരം നട്ട് വെച്ചിട്ടുണ്ട്. ഈ ക്യാമില് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. ഓൾസോ എനിക്ക് തമ്മിലുള്ള ഒരു ഫോട്ടോയും കൂടി എടുക്കണം. ഓക്കെ, ഈ ക്യാബിലിട്ട് നോക്കിയതാ ഇങ്ങനെയൊക്കെ ഉണ്ട്, നൈസായിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യും ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരു സ്ക്രീൻഷോട്ടും കൂടെ നിങ്ങൾ കാണിച്ചേക്കാം. അപ്പൊ ഈ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാണ് വലിയ പണി. അവിടെ നമുക്കൊരു വലിയ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇവിടുന്ന് ഇങ്ങനെ വലിയൊരു പിടിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യാണ്ട്. അപ്പോ നിങ്ങൾ അതിന്റെ ടൈം ലാപ്സ് കൊണ്ടുവരും. ഓക്കെ, നമ്മൾ മരം വെട്ട കടന്നതാണ്. അപ്പോൾ ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ബ്രിഡ്ജിൻ്റെ പണി ഫുള്ള് തീർന്നേക്കാണ്. എൻ്റെ കയ്യിൽ റീപ്ലേ മോഡില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞതാണ്. ഞാൻ നോർമൽ ടൈം ലാപ്സ് എടുക്കുന്ന പോലെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫ്രീ ക്യാം ഇട്ടാൽ ഇങ്ങനെയുണ്ട്. ഇനി ഇവിടെ കുറച്ച് തൂണുകൾ കാര്യങ്ങൾ വെക്കണം. അതിനാണ് നമ്മൾ മരം വെട്ടിയത്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇപ്പം നിലവിലത്തെ അവസ്ഥ. ഇനി നേരെ പോയിട്ട് നമ്മൾ ഇങ്ങനെ പോയി കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. താഴത്തൊക്കെ നമ്മൾ ട്രാപ്പ് ഡോറാണ് വെച്ചത്. കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ? ട്രാപ്പ് ഡോർ ഇങ്ങനെ തുറക്കാനാണ് കഴിയും, അന്ന് നോക്കണ്ട. സെൻറ്ററിൽ നമ്മൾ ക്യാമ്പ് ഫയർ വെച്ചു. ഏകദേശം നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ ചെറിയൊരു ടച്ചപ്പിൽ എൻ്റേതായിട്ട് സ്വന്തമായിട്ടുള്ള ഡിസൈനിലാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, സെർവറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ തൂണും കെട്ടിയിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് ആയി ഒഫീഷ്യലി. ഇനി നമ്മൾ ലാൻഡേർഡ് കൂടി വെക്കണം. നമ്മൾ എല്ലായിടത്തും ലാൻഡ് വെക്കുന്നില്ല. ഇവിടെ വെക്കണ്ട, ഇങ്ങോട്ട് വെക്കാം, ഓപ്പോസിറ്റൊക്കെ വെക്കാം. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഓക്കെ, ഇനി നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ തൂക്കിടാം. ഇതിൻ്റെ മുകളിൽ തൂക്കിടണം. ഒന്ന് ഇതാ ഇവിടെ, മറ്റേത് അവിടെ, അടുത്തത് ഇതാ ഇവിടെ. ഇനി ബാക്കിയുള്ളത് ഇവിടെയും അങ്ങ് വെച്ച സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് പരിപാടികളേ ഉള്ളൂ. ഇവിടെ ഷവലൊക്കെ ചെയ്യട്ടെ. ഷവൽ ചെയ്തിട്ട് ഇവിടെ ഒന്ന് ടെറഫോമിങ് ചെയ്യണം. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. ആൻഡ് ഓൾസോ ഇവിടെ മരം നട്ടാൽ എങ്ങനെ ഇരിക്കും? വലിയ കുഴപ്പമുണ്ടാവത്തില്ല നമ്മളെ ഭൂമിയിലേക്ക്. ഓക്കെ, സെറ്റാണ്, മരം നട്ട സെറ്റാണ്. ഇനി നേരെ പോയിട്ട് ഇവിടെയും കുറച്ച് മരങ്ങൾ നടാം. കുറച്ചല്ല, 1-2 അതിന് സാപ്ലിങ്സ്, ഇതിൻ്റെ സാപ്ലിങ് എടുക്കാം. ഇതാകുമ്പോൾ ഒരു ടെക്സ്ചറിലങ്ങ് വന്നോളും. മറ്റേ നേരെ വരുന്നതല്ലാതെ ടെക്സ്ചറിലങ്ങ് വന്നോളും. ഓക്കെ, അപ്പോൾ മിക്കവാറും നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഷോപ്പിൻ്റെ ബിൽഡിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മളൊരു നൈസ് ബിൽഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് സെർവറിൽ ഐ തിങ്ക് കേരളത്തിൽ ആരും ആ ബിൽഡ് ഷോപ്പിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടല്ല, പ്രത്യേകിച്ച് സ്റ്റോൺ ഷോപ്പിന്. അത് അങ്ങനത്തെ ഒരു ബിൽഡാണ്. ട്യൂട്ടോറിയൽ നോക്കിയാണ് ചെയ്യണത്. ബട്ട് എൻ്റെ കൂടി ഡിസൈനാണ്. ട്യൂട്ടോറിയൽസ് നല്ല വലിപ്പമുള്ളതാണ്. ബട്ട് എൻ്റെ കുറച്ച് ഈ മരം പെർഫെക്റ്റാണ് ഇവിടെ. ഇനി ആ കുളത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു മരം കൂടി നടണം. ഈ പോച്ച ഇങ്ങോട്ടിട്ട് ഇവിടെ നടാം. ഓക്കെ, വളരെ ഓക്കെ, ചെറിയൊരു മരം ഇവിടെ വളർത്തിയിട്ടുണ്ട്. ഇവിടൊക്കെ ഒന്ന് ബോൺ മീൽ ചെയ്യട്ടെ.
ഓടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡൺ. ഓൾമോസ്റ്റ്. ഇനി ഇവിടെ ശവല ചെയ്തില്ലല്ലേ? ആ ആൻറ്റിസൈറ്റോടെ കിടക്കട്ടെ ഒരു ടെക്സ്ചർ. ഞാൻ ഈ അടയാളം വെക്കാൻ വെച്ചായിരുന്നു, അവിടെ വെക്കട്ടെ. ഓക്കെ, പിന്നെ ഈ ഓടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ക്യാമറ ചെയ്യാവുന്നതായിരിക്കും ബെറ്റർ. ഇവിടെയൊക്കെ പോച്ച വളർത്തണം, അധികം കാടാക്കണ്ട. പിന്നെ ആ പാത്തും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാണ്ട് അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ ബേസിൽ. പിന്നെ ഒരു മെഗാ ബേസ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും സെറ്റ്, കാരണം ഇപ്പോൾ ഉള്ളത് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബേസാണ്. ഓക്കെ, ഇവിടെയും കൂടെ ഒരു മരം നട്ടാൽ ഇത് കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മൾ താത്തി. ഓക്കെ, അപ്പം പരിപാടി തീർന്നിട്ടുണ്ട്. ഇവിടെയും കൂടി പോച്ച പിടിപ്പിച്ചാൽ രസമായിരിക്കും. പക്ഷെ ഇവിടെ പൂ വളരുന്നില്ല, അതാണ് പ്രശ്നം. പുല്ല് മാത്രമാണ്. ഓക്കെ, ഇവിടെ ഒരു പൂ വന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഫ്രീ ക്യാം ഇട്ടാൽ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് പാലത്തിൻ്റെ തൂണിൻ്റെ അവിടെ ടെക്സ്ചറുകളൊക്കെ അവിടെ ആക്കണമെങ്കിൽ അവിടെ ബോക്സ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണമെങ്കിൽ ഇപ്പോൾ 2 പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. സെറ്റല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി ഇവിടുത്തെ അങ്ങോട്ടുള്ള ഒരു പാലം കൂടിയേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ. ഈ ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ അത് ഒന്നെങ്കിൽ ഞാൻ ഓഫ് ക്യാമറ ആയിരിക്കും, അല്ലെങ്കിൽ റീപ്ലേ മോഡ് എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു എപ്പിസോഡിൻ്റെ അടുത്തേക്ക് വിടാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളിഞ്ഞ് പോയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഓക്കെ, ഇവിടെ പോച്ച വളർത്തി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും അഡിയോസ് ഫ്രം ഗെയിമർ ചാർലി സൈനിങ്.